ഈ 50,000 യൂസേഴ്സിന് വേണ്ടിയിട്ട് 50,000 IP അഡ്രസ്സ് പർച്ചേസ് ചെയ്യില്ല. അതിന് പകരം അവരെന്ത് ചെയ്യും? ഒരു 40,000 IP അഡ്രസ്സ് ഒക്കെ പർച്ചേസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 40,000 IP അഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ 2 മണിക്കൂർ സമയത്തേക്കാണ് ഈ ഒരു റേഞ്ചിൽ നിന്ന് IP അഡ്രസ്സ് പോയി കഴിഞ്ഞാൽ. ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ IP അഡ്രസ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 14ഉം 15ഉം ചാപ്റ്ററുകളായിരുന്നു IP അഡ്രസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ അതിനകത്ത് ക്ലാസ് ഡിഫറൻസുകൾ മനസ്സിലാക്കി. അതായത് IP അഡ്രസ്സ് 5 ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചേക്കണമെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിനകത്ത് വരുന്ന പ്രത്യേകതകൾ, നമ്മുടെ പ്രൈവറ്റ് IP അഡ്രസ്സ് എന്താണ്, പബ്ലിക് IP അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് സ്റ്റാറ്റിക് IP അഡ്രസ്സ് എന്താണെന്ന് അറിയാം, ഇപ്പോൾ ഡൈനാമിക് IP അഡ്രസ്സ് എന്താണെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ ട്രബിൾ ഷൂട്ടിംഗ് ടൈമിലും അതുപോലെ തന്നെ ഒരു ക്യാമറയുടെ ആണെങ്കിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൻ്റെ ആണെങ്കിലും ഇൻസ്റ്റലേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് IP അഡ്രസ്സ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പ്രയോഗിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ട്രബിൾ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഇപ്പോൾ IP അഡ്രസ്സും അതുപോലെ തന്നെ ലൂപ്പ് ബാക്ക് IP അഡ്രസ്സും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി. നമ്മളിപ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് IP അഡ്രസ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഡൈനാമിക് IP അഡ്രസ്സിനെ പറ്റി വളരെ ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഗൂഗിളിൽ വാട്ട് ഈസ് മൈ IP അഡ്രസ്സ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് പേജ് തെളിഞ്ഞു വരും. അതിൽ വാട്ട് ഈസ് മൈ IP അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെല്ലാം നിങ്ങളിപ്പോൾ ഒന്ന് എടുത്തു നോക്കുക. എൻ്റെ ഈ ഫോണിൽ കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ഫോണിൽ വന്നിരിക്കുന്ന IP അഡ്രസ്സ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോൾ ISP നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ തരുന്ന IP അഡ്രസ്സൊക്കെ IP വേർഷൻ 6 ആണെന്നുള്ള കാര്യം, അല്ലേ? അപ്പോൾ IP വേർഷൻ 6 നിങ്ങൾക്ക് അറിയാം, ഒരു 128 ബിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യണത്. അതിനകത്ത് കോളൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തത്. അങ്ങനെ ഒരു IP അഡ്രസ്സാണ് നിങ്ങളിപ്പോൾ ഇവിടെ എൻ്റെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു IP അഡ്രസ്സ് ഒരു ലീസ് ഡ്യൂറേഷൻ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ആകുകയോ അല്ലെങ്കിൽ നാളെയോ നാളെ കഴിഞ്ഞോ ഒക്കെ ആയിട്ട് ഈ IP അഡ്രസ്സ് ഓട്ടോമാറ്റിക് മാറി. അതായത് ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു IP അല്ല. ഇപ്പം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, നമ്മളിപ്പോൾ 2008 ആ ഒരു സമയത്ത് നമ്മൾ അന്നത്തെ കാലത്തൊക്കെ വാട്ട് ഈസ് മൈ IP എന്ന് കൊടുക്കുമ്പോൾ ഒരു പബ്ലിക് IP വന്നുകൊണ്ടിരുന്നത് ഇതേപോലെ IP വേർഷൻ 6 ആയിരുന്നില്ല. ആദ്യം വന്നുകൊണ്ടിരുന്നത് IP വേർഷൻ 4 ആയിരുന്നു. പിന്നെ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് നമ്മൾ IP വേർഷൻ 4 എന്തുകൊണ്ടാണ് IP വേർഷൻ 6 മാറിയെന്നുള്ള കാര്യം. അതിൻ്റെ ആ ഒരു അവൈലബിലിറ്റിയുടെ ഷോർട്ടേജാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു IP അഡ്രസ്സ് ഡൈനാമിക് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നത്? അപ്പോൾ ഈ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാറൊക്കെ നമ്മൾ റെൻറ്റിന് എടുക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലേ? അപ്പോൾ ഇന്നലെ നമ്മളിപ്പോൾ ഒരു വണ്ടി നമ്മൾ റെൻറ്റിന് എടുത്തായിരുന്നു, ഒരു ഹോണ്ട സിവിക്ക് ബ്ലാക്ക് ആയിരുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് നാളെ കഴിഞ്ഞ് ഒരു ആവശ്യം വരുന്നുണ്ട്. നമ്മൾ നാളെ കഴിഞ്ഞ് ഈ ഷോറൂമിലേക്ക് ചെന്നിട്ട് നമ്മളൊരു വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വണ്ടി ഓട്ടം പോയേക്കുമായിരിക്കും. നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു വണ്ടി നമുക്ക് തന്നെന്ന് വിചാരിക്കും. അപ്പോൾ ഈ റെൻറ്റിന് കൊടുക്കുന്ന ആൾ നമുക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വണ്ടി അവിടെ ഇട്ടിട്ടില്ല, അല്ലേ? അത് മറ്റുള്ളവരും ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ എയർടെൽ ആയിക്കോട്ടെ, എയർടെലിൻ്റെ കൈവശം ഒരു 50,000 യൂസേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. 50,000 ഉപഭോക്താക്കൾ അല്ലെങ്കിൽ 50,000 കസ്റ്റമേഴ്സ്. അപ്പോൾ ശരിക്കും എയർടെൽ 50,000 IP അഡ്രസ്സ് പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രം, ബൾക്കായിട്ട് 50,000 IP അഡ്രസ്സ് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ഈ 50,000 കസ്റ്റമേഴ്സിനെ സേവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ എയർടെൽ ഈ 50,000 IP അഡ്രസ്സ്, അത് എയർടെൽ എന്നല്ല, ആരും ഈ 50,000 യൂസേഴ്സിന് വേണ്ടിയിട്ട് 50,000 IP അഡ്രസ്സ് പർച്ചേസ് ചെയ്യില്ല. അതിന് പകരം അവരെന്ത് ചെയ്യും? ഒരു 40,000 IP അഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 40,000 IP അഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 50,000 പേരും ഒരേ സമയം ഇൻ്റർനെറ്റ് എടുക്കില്ല. അതായത് ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് എടുത്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ ഫോണിൽ ഒരു പബ്ലിക് IP അഡ്രസ്സ് കിട്ടി, അല്ലേ? അതായത് എനി ടൈം വെൻ യു ആർ കണക്റ്റിംഗ് ടു ഇൻ്റർനെറ്റ് യു റിക്വയർഡ് എ പബ്ലിക് IP അഡ്രസ്സ്. അപ്പോൾ ഈ പബ്ലിക് IP അഡ്രസ്സ് എയർടെൽ എന്ത് ചെയ്യുന്നില്ല, 50,000 യൂസേഴ്സിന് വേണ്ടി 50,000 പർച്ചേസ് ചെയ്യാതെ ഒരു 40,000 പർച്ചേസ് ചെയ്യും. ബിക്കോസ് എല്ലാവരും ഒരേ സമയം കണക്ട് ചെയ്യില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടെ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം എനിക്ക് ഇന്ന് ഞാൻ കണക്ട് ചെയ്യണ സമയത്ത് എനിക്കൊരു IP അഡ്രസ്സ് എയർടെൽ തരും. ഞാനിപ്പോൾ വല്ല രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ നെറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ യൂസ് ചെയ്യാത്ത സമയത്ത് ഇവർ ഇതിനൊരു ലീസ് ടൈം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്ന ടൈംസിൽ ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത് ലീസ് ടൈം അല്ലെങ്കിൽ ലീസ് ഡ്യൂറേഷൻ.
അപ്പോൾ ഓരോ IP അഡ്രസ്സിനും ഒരു ലീസ് ഡ്യൂറേഷൻ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാതെ നമ്മുടെ ഫോൺ ഐഡിയൽ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ IP അഡ്രസ്സ് മറ്റൊരാൾക്ക് ആരാണോ പിന്നീട് വരുന്നത് അവർക്ക് അങ്ങോട്ട് കൊടുത്തേക്കും അല്ലേ. നമ്മളിപ്പോൾ 24 മണിക്കൂർ നമ്മൾ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് IP അഡ്രസ്സ് വേണം. അപ്പോൾ IP അഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യാതെ ഫോൺ ഇവിടെ വല്ലയിടത്തും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് അത് ഐഡിയൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി ഒരു 2 മണിക്കൂറോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഐഡിയൽ സ്റ്റേറ്റിലേക്ക് ഫോൺ പോകുന്ന സമയത്ത് വീണ്ടും നമ്മൾ ചെന്നിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ആദ്യം തന്ന IP മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരാം. ഞാൻ വളരെ സിമ്പിളായിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ കമ്പ്യൂട്ടറിൽ ഞാനിപ്പോൾ ഒരു റൗട്ടർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ TP ലിങ്കിൻ്റെ റൗട്ടറാണ്. ഞാനിപ്പോൾ അതിലേക്ക് ലോഗിൻ ചെയ്യുവാണ്. ഞാൻ ആ റൗട്ടറിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊരു VPN റൗട്ടറാണ്. ഈ VPN റൗട്ടർ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യണമെന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. VPN റൗട്ടർ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു DHCP സെർവറിനെ പറ്റി കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ലാൻ എന്നുള്ള നെറ്റ്വർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ DHCP സെർവർ ഉണ്ട്. ദെൻ വാട്ട് ഈസ് DHCP സെർവർ? DHCP സെർവർ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ഉള്ള ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്നാണ് DHCPയുടെ ഫുൾ ഫോം. ആ ഒരു പ്രോട്ടോകോൾ എനേബിൾഡ് ആയിട്ടുള്ള ഒരു സെർവറാണ് ഇത്. നമുക്ക് വിൻഡോസിൽ നമുക്കുണ്ട്, ലിനക്സിലുണ്ട്, ഇനി അതേപോലെ തന്നെ ഒരുപാട് ഓപ്പറേറ്റിംഗ് നമുക്ക് അവൈലബിൾ ആണ്, അതിനകത്തൊക്കെ ഉണ്ട്. ഇനി അത് കൂടാതെ തന്നെ നമ്മുടെ മോഡത്തിനകത്തുണ്ട്, നമ്മുടെ റൗട്ടറിലുണ്ട്. ഇതിലൊക്കെ ഈ DHCP സെർവർ എന്നുള്ള പ്രോട്ടോകോൾ എനേബിൾഡ് ആയിരിക്കും. അപ്പോൾ DHCP സെർവർ എന്താണ് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് IP അഡ്രസ്സിനെ നമുക്ക് ഇടാൻ കഴിയും. അതായത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എയർടെൽ 50,000 IP അഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ 50,000 IP അഡ്രസ്സ് എന്ത് ചെയ്യുക, അവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് IPയും ലാസ്റ്റ് IPയും കൂടെ കൊടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കൈവശം 10 IP അഡ്രസ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 192.168.0.50 എന്ന് പറഞ്ഞ ഫസ്റ്റ് IP അഡ്രസ്സും 192.168.0.62 വേണ്ട 60 കൊടുത്താൽ മതി. 10 IP. ഓക്കെ, 60 IP അഡ്രസ് 10 IP അഡ്രസ് 60 IP അല്ല കേട്ടോ, 50 മുതൽ 60 വരെയാണ്. അപ്പോൾ 10 IP ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളൊരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് IP ക്യാമറകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കുക. ഒരു മാസത്തേക്ക് ആകെ 159 രൂപ മാത്രമാണ് ഈ ഒരു ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വരുന്നത്. നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ഹിഡൻ വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചാനൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ 16ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ഇതേപോലെ എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് IP ക്യാമറകളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിച്ചു പോകുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ IP ക്യാമറ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആയതുകൊണ്ട് നമ്മൾക്ക് മോഡം, റൗട്ടർ, സ്വിച്ചസ് അതുപോലെയുള്ള എല്ലാത്തിനെ പറ്റി അറിയണം. IP ക്യാമറകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ IP അഡ്രസ്സുമായിട്ട് ഹൈലി റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ IP അഡ്രസ്സിനെ പറ്റി വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു നല്ലൊരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ വലിയ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ക്യാമറയുടെ ഫീൽഡിൽ ഒരു പ്രൊഫഷണലായിട്ട് മാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുക. നമ്മളൊരു നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, നെക്സ സിസ്റ്റം എന്നുള്ള ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, നമ്മൾ കേരളത്തിൽ ഉടനീളം നമ്മൾ വർക്ക് ചെയ്യുന്ന, പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ട്രെയിനിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% വർത്ത് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും. നമ്മളൊരു സാധാരണ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ബുക്കിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പഴയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പോകുന്ന ഒരു പരിപാടിയല്ല നമ്മുടെ ഇവിടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലിന് മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വർത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ലീസ് ടൈം. ലീസ് ടൈം എന്ന് പറഞ്ഞാൽ 120 മിനിറ്റാണ് ഞാൻ കൊടുത്തേക്കണത്, അതായത് 2 മണിക്കൂർ. ഓക്കെ, അപ്പോൾ 2 മണിക്കൂർ സമയത്തേക്കാണ് ഈ ഒരു റേഞ്ചിൽ നിന്ന് IP അഡ്രസ്സ് പോയി കഴിഞ്ഞാൽ, ഞാൻ കൊടുത്തേക്കണ 50 മുതൽ 60 വരെ വരുന്ന ആ ഒരു റേഞ്ചിൽ നിന്ന് IP അഡ്രസ്സ് പോയി കഴിഞ്ഞാൽ, IP അഡ്രസ്സ് പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന ഒരു ടേമാണ് IP അഡ്രസ്സ് ലീസിങ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോൺ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെ നിന്ന് എനിക്ക് 50 എന്ന് പറഞ്ഞ IP കിട്ടിക്കഴിഞ്ഞാൽ
2 മണിക്കൂർ നേരത്തേക്കാണ് ആ ഒരു IP അഡ്രസ്സ് എൻ്റെ ഫോണിലേക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. ആ 2 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമൊന്നും അല്ലാന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, ആ 2 അവർ കഴിയുമ്പോൾ വീണ്ടും ഈ DHCP സെർവറിനെ എൻ്റെ ഫോൺ കോൺടാക്ട് ചെയ്യും. ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് ലീസ് ആകുന്ന എല്ലാ IP അഡ്രസ്സും 2 അവറിലേക്കാണ് പോണത് അല്ലേ. അപ്പോൾ ആ ഡിവൈസുകളെല്ലാം വീണ്ടും എന്ത് ചെയ്യും, ഈ സെർവറിനെ കോൺടാക്ട് ചെയ്യും. ഈ സെർവറിനെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ സെർവർ അപ്പോൾ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള IP, ഓക്കെ, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള IP അഡ്രസ്സ് എന്ത് ചെയ്യുന്നു, ലീസ് ചെയ്ത് കൊടുക്കും. അതായത് ഈ ഫോൺ വരുന്ന സമയത്തായിരിക്കില്ല അടുത്ത കമ്പ്യൂട്ടർ കണക്ട് ആകുന്നത് അല്ലെങ്കിൽ അടുത്ത ലാപ്ടോപ്പ് കണക്ട് ആകുന്നത്. അപ്പോൾ അവർക്ക് IP കിട്ടിയതിന് ശേഷം 2 മണിക്കൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരേ സമയം അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒറ്റ സമയത്ത് തന്നെ ഡിസ്കണക്ട് ആയി പോകത്തില്ല. ഓരോരുത്തരും വരുന്നത് ഓരോ സമയത്താണ്. ഫോൺ കണക്ട് ആകുന്നത് ഇപ്പോൾ 10 മണിക്കാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് വരുന്നത് 12 മണിക്കാണെന്നുണ്ടെങ്കിലോ 12 മണി കഴിഞ്ഞിട്ട് അടുത്ത 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ലാപ്ടോപ്പിന്റെ ലീസ് ഡ്യൂറേഷൻ എക്സ്പയർ ആവുള്ളൂ. പക്ഷേ ഫോൺ 10 മണിക്കാണ് വന്നത്. അതുകൊണ്ട് ഫോണിന്റെ ലീസ് ടൈം, ഫോണിൽ കിട്ടിയ IP 12 മണിയാകുമ്പോൾ ലീസ് എക്സ്പയർ ആയി പോകും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ടൈം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂട്ടിയിടാനുള്ള ഓപ്ഷനൊക്കെ എല്ലാ സെർവറിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളിത് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ സേവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഇത് സേവ് ചെയ്ത സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഞാനിപ്പോൾ ഒരു DHCP റേഞ്ച് ഇവിടെ സെറ്റപ്പ് ചെയ്യുകയാണ് ചെയ്തത്. എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഞാൻ വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ IP അഡ്രസ്സ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോവാണ്. IP വേർഷൻ 4 എടുത്തു. ഇതെല്ലാം നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഇവിടെ ഒപ്റ്റൈൻ IP ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. ഒപ്റ്റൈൻ DNS ഓട്ടോമാറ്റിക്കലി എന്നും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഓക്കെ അടിക്കുകയാണ്. ഇപ്പം എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ IP കിട്ടിയിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. 2 രീതിയിൽ നമുക്ക് നോക്കാൻ കഴിയും. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ നെറ്റ്വർക്ക് പ്രോപ്പർട്ടീസ് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതിൽ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയ IP കാണാൻ കഴിയും. ഇത് കണ്ടോ, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഒരു റേഞ്ച് തന്നെ, ആ റേഞ്ചിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിന് IP അഡ്രസ്സ് വന്നിരിക്കുന്നത് 192.168.0.51. ഓക്കെ, ഞാനിത് നമ്മുടെ സെർവറിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇവിടെ നോക്കിക്കോ. അതായത് ഇപ്പോൾ ലീസ് ചെയ്തപ്പോൾ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെർവർ ആർക്കൊക്കെ ഏതൊക്കെ IP ആണ് പോയിരിക്കുന്നതെന്ന് ഇവിടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. അത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, DHCP ക്ലയന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തേക്കണുണ്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടറിന് ലീസ് ആയിരിക്കുന്ന IP അഡ്രസ്സ് കണ്ടോ, 192.168.0.51. അപ്പോൾ ഇത് ശരിക്കും ലീസ് ആയിരിക്കുന്നത് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന റേഞ്ചിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഇവിടെ ലീസ് ടൈം പെർമനന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു സെർവറിലേക്ക് IP അഡ്രസ്സ് ലീസ് ആകുന്നതെല്ലാം പെർമനന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തേക്കുന്നതുകൊണ്ടാണ് അത് പെർമനന്റ് ആയി പോകുന്നത് വിത്ത് MAC അഡ്രസ്. അതിനെ വിളിക്കുന്ന പേരാണ് DHCP റിസർവേഷൻ. അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ DHCP സെർവർ എന്താണെന്നാണ് മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ ഒരു ഡൈനാമിക് IP അഡ്രസ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഡൈനാമിക് IP അഡ്രസ്സ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ അനുസരിച്ച് നമുക്ക് ലാനിലും സെറ്റപ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇന്റർനെറ്റിൽ നമ്മുടെ ISPക്കും സെറ്റപ്പ് ചെയ്യാൻ കഴിയും. അവർ തന്നെ IP അഡ്രസ്സുകൾ നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ ഇന്റർനെറ്റ് എടുക്കുകയാണെങ്കിൽ അവർ തരുന്ന IP അഡ്രസ്സുകളെല്ലാം തന്നെ ഡൈനാമിക് IP അഡ്രസ്സുകളായിരിക്കും. അതുകൊണ്ടാണ് അത് ഓൾവേസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് പെർമനന്റ് IP അഡ്രസ്സും സെറ്റപ്പ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഓഫീസിൽ നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർമനന്റ് IP അഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് മൈ IP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് കാണിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെങ്കിലും വാട്ട് ഈസ് മൈ IP എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IP അഡ്രസ്സ് കാണാൻ കഴിയും. പബ്ലിക് IP ഇത് കണ്ടോ, 122.165.72.126 എന്നുള്ള ഈ ഒരു IP സ്റ്റേബിൾ ആണ്. എല്ലാ ദിവസവും എനിക്ക് ഈ IP അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കില്ല. ബിക്കോസ് ഇത് ഞാൻ എയർടെല്ലിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റിക് IP അഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ IP അഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പം ജിയോയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് ഇവിടെ 4500 രൂപയുടെ പ്ലാനിലാണ് അവർക്ക് ഇതേപോലെ ഒരു പബ്ലിക് IP അഡ്രസ്സ് സ്റ്റാറ്റിക് IP നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന പ്ലാനുള്ളൂ. അതേസമയം എയർടെല്ലാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിത് പർച്ചേസ് ചെയ്യണത് മന്ത്ലി ബില്ലിൽ എനിക്കൊരു 100 രൂപ വെച്ച് അഡീഷണൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റാറ്റിക് IP എനിക്ക് അവർ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാറ്റിക് IP ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് VPN റൗട്ടറൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. VPN ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാറ്റിക് IP അഡ്രസ്സ് ആവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം നോ IP എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, DYDNS ഒക്കെ. അതൊന്നും നമുക്കിപ്പോൾ നമ്മുടെ എയർടെല്ലും ജിയോയിലും ഒന്നും ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, അവരൊക്കെ ഇപ്പോൾ ഡബിൾ നാറ്റ് എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്കിൻ്റെ അണ്ടറിലാണ്. ഡബിൾ നാറ്റൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്കതൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കുക കേട്ടോ.